നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഈ ഡയബറ്റിസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എത്തിക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഡയബറ്റിസ് ക്യാമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ച് ഭക്ഷണ നിയന്ത്രണങ്ങളും കൊടുത്തു, അതിൻ്റെ കൂടെ യോഗാസനങ്ങളും ചെയ്യിച്ചു. അതിലൂടെ ഒരു 90% പേർക്കും ഒരു 30 ദിവസം കൊണ്ട് തന്നെ ഡയബറ്റിസ് ഒരു കൺട്രോളിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മരുന്ന് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ കാണിക്കുന്ന യോഗാസനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നിവിടെ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അറിയാത്തവർക്ക്, ഇനി അറിയുന്നവർ ഇത് മാത്രം നോക്കിയിട്ട് നമുക്ക് പരിശീലിക്കാം. ഒരു 10 മിനിറ്റ് ഇവിടെ കാണിക്കുന്നുള്ളെങ്കിലും നമുക്കൊരു അരമണിക്കൂർ ചെയ്യാനുള്ള യോഗാസനങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ തരും. അതേപോലെ ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ ചെയ്യാനുള്ള വ്യായാമമുണ്ട്. നമ്മൾ അരമണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യോഗാസനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ്, അതായത് ലൂസിനിങ് എക്സസൈസ് ഫസ്റ്റ് ചെയ്യുക. ഒരു 10-12 തവണ ബ്രീത്തിങ് എക്സസൈസ് ദീർഘശ്വസന ക്രിയ ചെയ്തതിന് ശേഷം മറ്റ് ആസനങ്ങളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 10 മിനിറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ 10 മിനിറ്റ് നേരെ വീഡിയോ കാണിക്കുന്നുള്ളെങ്കിലും അരമണിക്കൂർ ചെയ്യാനുള്ള ആസനങ്ങളും പ്രാണായാമങ്ങളുണ്ട്. ടോട്ടലി അരമണിക്കൂർ ചെയ്യാം. അരമണിക്കൂർ സമയമെടുത്തും കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ കുറച്ച് സമയം ഓരോ ആസനത്തിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അര മിനിറ്റെങ്കിലും ഒരു ആസനത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. താടാസനമാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിൽ അര മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ നമുക്ക് നിൽക്കാം. ആസനത്തിൽ നിൽക്കാം. ആസനത്തിൽ നിൽക്കുമ്പോൾ സാധാരണ ശ്വാസത്തിൽ തന്നെ നിൽക്കാം. കംഫർട്ടബിൾ ആണെങ്കിൽ ടൈം എടുത്തും കൊണ്ട് ചെയ്യാം. അപ്പോൾ ആസനം അതിൻ്റെ പ്രാക്ടീസിനനുസരിച്ചിരിക്കും. താടാസനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം ഒരു റൗണ്ട് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ 2 റൗണ്ടോ 3 റൗണ്ടോ നിർബന്ധമായിട്ടും ചെയ്യാം. ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ ആസനങ്ങളും അങ്ങനെ തന്നെ അല്പസമയം നിൽക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ നോക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അതായത് ഡയബറ്റീസ് പേഷ്യൻസ് പൊതുവേ ഭക്ഷണ കാര്യങ്ങളിൽ വളരെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ അത് ചെറിയ തോതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏർലി മോർണിംഗിൽ ആണെങ്കിൽ നമുക്ക് ചായ കാപ്പിയൊക്കെ പരിചയമുള്ളവർക്ക് അത് നിർബന്ധമായിരിക്കും. അപ്പോൾ ചായ ആയാലും കാപ്പി ആയാലും പാലും വെള്ളം കഴിക്കുകയാണെങ്കിൽ മധുരം ചേർക്കാത്തത് ഒരു 100 ml അല്ലെങ്കിൽ 150 ml വരെ കഴിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ സാലഡ് കഴിക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടീസാണ്. നമ്മളിങ്ങനെ കഴിച്ച് അത് പരിചയമായി വരുമല്ലോ, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അരി ഭക്ഷണം ഒക്കെ കുറച്ചിട്ട്, ഗോതമ്പ് ഭക്ഷണങ്ങളൊക്കെ കുറച്ച് മാക്സിമം പച്ചക്കറി, അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. പുഴുക്ക് രൂപത്തിലാക്കി കഴിക്കാം, പച്ചക്കറി സാലഡ് രൂപത്തിലായി കഴിക്കാം. ഇനി ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ്, ചപ്പാത്തി ഇതൊക്കെ കഴിക്കുകയാണെങ്കിലും, ചോറ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പീസ് കക്കിരിക്ക കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ അളവ് പൊതുവേ കുറക്കാൻ പറ്റും, കുറഞ്ഞു വരും. നമ്മൾ ഒരു പകുതി കഷ്ണമായിട്ട് കക്കിരിക്ക കഴിക്കുകയാണെങ്കിൽ ചോറ് നമുക്ക് കുറച്ചേ കഴിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ അത്ര തന്നെ പച്ചക്കറി നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പുഴുക്ക് രൂപത്തിലാക്കി കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറി വരാൻ ശ്രമിക്കുക. പയറുവർഗ്ഗങ്ങൾ, വേവിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. അങ്ങനെ ആയിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. വൈകുന്നേരമാണെങ്കിലും വെള്ളം, അതായത് ചായ കാപ്പിയൊക്കെ കഴിക്കുകയാണെങ്കിൽ മധുരമില്ലാത്ത ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇനി രാത്രിയാണ് ഏറ്റവും പ്രധാനം. രാത്രി ഭക്ഷണത്തിൽ അരി ഭക്ഷണം 100% പറ്റില്ല എന്ന് തന്നെ പറയാം. അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രാത്രിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചപ്പാത്തി അല്ലെങ്കിൽ ചോറ്, ഇഡ്ഡലി എന്ത് കഴിക്കുകയാണെങ്കിലും അത് ഗോതമ്പ്, മുത്താറി, ഓട്സ് ഇതിൻ്റെയൊക്കെ ഭക്ഷണങ്ങളാക്കി കൊണ്ടുവരിക. അതായത് ചപ്പാത്തി ആയാലും ദോശയായാലും അതൊക്കെ ഗോതമ്പിനെ കൊണ്ടോ മുത്താറി കൊണ്ടോ ഓട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ആക്കിക്കൊണ്ടുവരിക. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണം തന്നെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ഈ തവിട് ഉള്ള ഭക്ഷണം, അരി ഉപയോഗിക്കുകയാണെങ്കിൽ അരി ഭക്ഷണം രാത്രിയല്ല മറ്റ് സമയങ്ങളിലൊക്കെ അരി ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ, ചോറൊക്കെ വെക്കുമ്പോൾ മട്ട അരി പോലെയുള്ള ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും.
രാത്രി മില്ലറ്റ്സ് ഉപയോഗിക്കാം, ചോളം, മുത്താറി അങ്ങനെയുള്ള ഭക്ഷണത്തിലേക്ക് മാറ്റാം. ഭക്ഷണ കാര്യങ്ങൾ വളരെ നിയന്ത്രണത്തിലായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഡയബറ്റീസ് പേഷ്യൻസ്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണത്തിലേക്കാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ഈ ആസനം കാണിക്കുന്നത് ഇതിപ്പോൾ യോഗമുദ്രയാണ്. യോഗമുദ്ര വയറിൻ്റെ ഭാഗത്ത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കൈകൾ പിൻഭാഗത്ത് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ വയറിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി നമുക്ക് പ്രസ്സിങ് കിട്ടാൻ വേണ്ടിയിട്ട് വിരൽ മടക്കിയിട്ട് വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് മുൻപോട്ട് കുനിയുന്നത്. ആസനത്തിൽ സാധാരണ ശ്വാസഗതി തന്നെ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ശശാങ്കാസനാണ്. ശശാങ്കാസനം ചിലപ്പോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടാവില്ല, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ ശശാങ്കാസനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇതേപോലെ ഉയർത്തുകയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ മുൻപോട്ട് കുനിയുക, ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് നന്നായിട്ട് ലൂസാക്കിക്കൊണ്ട് കൈമുട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യും. എന്നിട്ട് അതിൽ വിശ്രമിക്കുക. ഇനി ശ്വാസം എടുത്തും കൊണ്ട് ഉയരുക, വീണ്ടും ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് മുൻപോട്ട് കുനിയാണ് ഇതേപോലെ. ആസനത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഫുള്ള് റിലാക്സ് ചെയ്യുന്നൊരവസ്ഥയാണ്. വയറിൻ്റെ ഭാഗം നന്നായിട്ട് പ്രസ്സായി കിട്ടും. തലയുടെ ഉൾഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ആസനം ചെയ്യുമ്പോഴും നമുക്ക് റിലാക്സേഷൻ വേണം തോന്നുകയാണെങ്കിൽ ആ റിലാക്സേഷനിലേക്ക് പോവാം. മാക്സിമം റിലാക്സേഷൻ വേണം തോന്നുന്നുണ്ട് അതിന് കണക്കായിട്ട് ചെയ്യാം. ആരോഗ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇത് അർദ്ധ മത്സ്യേന്ദ്രാസനാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അർദ്ധ മത്സ്യേന്ദ്രാസനം വളരെ നല്ലൊരാസനമാണ് ഡയബറ്റീസിന്. വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് പ്രസ്സിങ് കിട്ടുന്നൊരാസനമാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം. ഇത് 2 കാലും മാറി മാറി ചെയ്യണം. കുറച്ച് കൂടുതൽ സമയം നന്നായിട്ട് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാലേ ഈ അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. 2-3 തവണ ഓരോ കാലും മാറി മാറി ചെയ്യാൻ ശ്രമിക്കുക. ആസനത്തിൽ പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ശ്വാസത്തിൽ തന്നെ നിൽക്കാം. വയറിൻ്റെ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ട് വയറിൻ്റെ ഭാഗം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യും. അതായത് നട്ടലിൻ്റെ ഭാഗം ട്വിസ്റ്റിംഗ് പോസ് എന്നും കൂടി ഇതിന് പറയാറുണ്ട്. നല്ലൊരാസനമാണ്. ഇനി നമ്മൾ പ്രാണായാമമാണ്. പ്രാണായാമത്തിൽ നാഡീശുദ്ധി പ്രാണായാമം, അതുപോലെ തന്നെ ഭ്രാമരി പ്രാണായാമം നമുക്ക് ചെയ്യാം. നാഡീശുദ്ധി പ്രാണായാമം മിനിമം 5 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി. മിനിമം 5 മിനിറ്റാണ്. അതായത് 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് മിനിമം ചെയ്യാം. 10 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ചെയ്യുന്നതിനെ കൊണ്ട് ദോഷമില്ല. വളരെ നല്ലതാണ്. തലയുടെ ഉൾഭാഗത്തൊക്കെ വളരെ നല്ലതാണ്. ഞരമ്പുകൾക്കൊക്കെ നല്ലതാണ്. യോഗാസനങ്ങളും പ്രാണായാമങ്ങളും കഴിഞ്ഞാൽ ശവാസനം ചെയ്യാം. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ചെയ്യാം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഓരോ ഭാഗങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ അവയവങ്ങളും പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്ന രീതിയിൽ 5 മിനിറ്റെങ്കിലും മിനിമം ശവാസനം ചെയ്യണം. ശവാസനം ചെയ്തതിന് ശേഷമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതുവരെ ബായ്.